നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള, അതിന് പരിഹാരം നിർദ്ദേശിക്കാനുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്വാഗതം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മോഷ്ടാക്കൾ വിലസുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, കണിയാപുരം മേഖലകളിലാണ് മോഷണം പെരുകുന്നത്. തുടർച്ചയായി മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. CCTV അടക്കമുള്ള തെളിവുകൾ അടക്കം ലഭിച്ചിട്ടും പ്രതികളിലേക്കെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരു പ്രദേശത്താകെ മോഷണ പരമ്പരകൾ. ക്ഷേത്രങ്ങളും വീടുകളും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ നടക്കുന്നത്. കവർച്ച ഇങ്ങനെ പെരുകുമ്പോഴും പോലീസിന് കള്ളനെ പിടിക്കാനാകുന്നില്ല. ഒരു മാസത്തിനിടെ കഴക്കൂട്ടം, ശ്രീകാര്യം, കണിയാപുരം മേഖലകളിൽ 6 ഇടങ്ങളിലാണ് മോഷണം നടന്നത്. വീടുകളും ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഇതിലുൾപ്പെടും. ആളില്ലാത്ത സമയങ്ങളിൽ വീടുകളുടെ വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് മോഷണം. പകൽ സമയത്തും കവർച്ച പതിവ്. എന്നാൽ ഞങ്ങൾ കയറി ചാവിട്ട് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഡോറ് തുറന്ന് അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ട് ആ ഒരു ദൃശ്യം നമ്മൾ കണ്ടത്. മോഷണം നടന്ന എല്ലായിടത്തും സമാന രീതിയിലാണ് കവർച്ച. കരിയത്തെ സർവകലാശാല ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് കവർന്നത്. സമീപത്തെ വീടുകളിലും സമാന രീതിയിൽ മോഷണശ്രമം നടന്നിരുന്നു. കണ്ടൽ ഭഗവതി ക്ഷേത്രത്തിലും അന്നേ ദിവസം മോഷണശ്രമം നടന്നു. കാണിക്കവഞ്ചി തകർത്തായിരുന്നു കവർച്ച. ശ്രീകാര്യം മദനകുമാരൻ നായരുടെ വീട്ടിൽ നിന്ന് 85,000 രൂപയും അരപ്പവൻ സ്വർണവും മോഷ്ടിച്ചു. വീടിന്റെ വാതിലും അലമാരകളും ആയുധങ്ങൾ കൊണ്ട് വെട്ടിപ്പൊളിച്ചായിരുന്നു മോഷണം. കണിയാപുരം മധുസൂദനൻ നായരുടെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്ക് സൂക്ഷിച്ചിരുന്ന 37,000 രൂപയും 1.5 പവനും മോഷ്ടിച്ചു. മലേഷ്യയിലേക്ക് ഒരു യാത്ര പോയി, ടൂർ പോയിട്ട് 23-ാം തീയതി രാവിലെയാണ് എത്തിയത്. രാവിലെ ഇവിടെ വന്നപ്പോൾ വീട്ടിലെ ഗേറ്റ് പൂട്ടിയിൽ കിടക്കുന്നു. ഗേറ്റ് തുറന്ന് നോക്കിയപ്പോൾ ഡോറ് കംപ്ലീറ്റ് തുറന്ന് തല്ലിപ്പൊളിച്ചിട്ടേക്കുന്നു. ഇപ്പോൾ പോയത് അമ്മയുടെ കണ്ണ് ഓപ്പറേഷന് വെച്ചിരുന്ന ഒരു 35,000 രൂപ ക്യാഷായിട്ട് പെൻഷൻ കിട്ടിയ പൈസ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് പിന്നെ ഒരു 1.25 പവനോളം വരുന്ന സ്വർണം. മോഷണം നടന്ന സ്ഥലങ്ങളിലെ CCTVകളിൽ നിന്ന് കള്ളന്മാരുടേതാണെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. പക്ഷേ ഒന്നു മാത്രം പോലീസിനറിയില്ല: ആരാണ് ഈ മോഷണ പരമ്പരയ്ക്ക് പിന്നിലെന്ന്. കഴക്കൂട്ടം, ശ്രീകാര്യം, കണിയാപുരം തുടങ്ങി 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടായിരുന്നു മോഷണ പരമ്പര. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും സംഘത്തെ പിടികൂടാനായിട്ടില്ല. കള്ളന്മാരെ പേടിച്ച് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നാട്ടുകാർക്ക്. വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് പോകാനും ഭയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ പോയത് ഒരു 14 പവൻ്റെ ആഭരണം സ്വർണം, പിന്നെ 7 പവൻ്റെ ഒരു മാല, 3.5 പവൻ്റെ ഒരു കരിമണി മാല, പിന്നെ ഓരോ പവൻ്റെ 2 മോതിരം, പിന്നെ അരപ്പവൻ്റെ 3-4 മോതിരം, ഇതൊക്കെയാണ് പോയത്. 14 പവനോളം ഉണ്ട്. പൈസ 4 ലക്ഷം രൂപ പോയി. കവർച്ചയ്ക്ക് പിന്നിൽ സ്വദേശികളാണോ അന്യസംസ്ഥാനക്കാരാണോ എന്ന് പോലും ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. മോഷണ പരമ്പരകൾ തന്നെ നടക്കുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ ആരാണെന്ന് അടിയന്തരമായി കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് നിസ്സഹായത പ്രകടിപ്പിക്കുന്നതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഒരു പ്രദേശത്ത് ഏതാണ്ട് സമാനമായ രീതിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ മോഷണം നടക്കുന്നു. പക്ഷേ CCTV അടക്കം ലഭിച്ചിട്ടും പ്രതികളിലേക്ക് എത്താനാവുന്നില്ല. ആ കള്ളന്മാർ പോലീസിനെ തന്നെ നോക്കിയാണ് പല്ലിളിക്കുന്നത്. ഇനി നമ്മൾ ഒരു റെയിൽ പാളത്തിലേക്കാണ്. അപകടം പതിയിരിക്കുന്ന റെയിൽവേ പാളം മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് എത്തേണ്ട ഗതികേടുണ്ട് കുറേ കുട്ടികൾക്ക്. മലപ്പുറം വണ്ടൂർ കാപ്പിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്താനാണ് 500-ലേറെ വിദ്യാർത്ഥികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നത്. അടിപ്പാത വേണമെന്ന ദീർഘകാലത്തെ ആവശ്യം ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. കാപ്പിൽ കാരാട് ഹൈസ്കൂളിലെ അധ്യാപകരുടെ ഡ്യൂട്ടികളിൽ ഒന്നാണിത്. ഈ വിദ്യാർത്ഥികളെ റെയിൽവേ പാളം കടക്കാൻ സഹായിക്കണം. രാവിലെയും വൈകിട്ടും ഈ ഡ്യൂട്ടികളിൽ ഒന്നാണിത്. ഈ ദുരവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു അടിപ്പാത വേണമെന്ന് ഈ നാടിന്റെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴും അത് എവിടെയും എത്തിയിട്ടുമില്ല.
റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴുമുള്ള നിർദ്ദേശം. പക്ഷേ ഇവരുടെ മുന്നിൽ സ്കൂളിലേക്കെത്താൻ മറ്റു വഴികളില്ല. കാപ്പിൽക്കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും വരുന്നത് റെയിൽവേ പാളത്തിന് അപ്പുറമുള്ള കാരാട് ദേശത്തിൽ നിന്നാണ്. രാവിലെയും വൈകിട്ടും അധ്യാപകർ ഇവിടെ കാവൽ നിൽക്കും. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ റെയിൽപാളം മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് എത്തുന്നത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ നിരന്തരം ട്രെയിൻ സർവീസ് ഇല്ലാത്തത് ഭാഗ്യമെന്നേ പറയേണ്ടൂ. പാത വൈദ്യുതീകരിച്ചതോടെ ട്രെയിനുകളുടെ വേഗത കൂടി ശബ്ദം കുറഞ്ഞു. അത് നാട്ടുകാരുടെ ഭീതി കൂട്ടുന്നുണ്ട്. അടിപ്പാത വേണമെന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട്. അതിനുള്ള പാരിസ്ഥിതിക സാഹചര്യവും റെയിലിനോട് ചേർന്നുണ്ട്. നാട്ടുകാരുടെ അപേക്ഷ പരിഗണിച്ച റെയിൽവേ അടിപ്പാതയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി. 5 കോടിയോളം രൂപ വരും. ഇനി ഇടപെടൽ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. MP-യും MLA-യും അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് 2 പ്രദേശമായിട്ട് കിടക്കുന്ന കാരാട് കേരാമ്പാടം പ്രദേശങ്ങളാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഞങ്ങൾക്കൊരു റെയിലിൻ്റെ നിലമ്പൂർ ഷൊർണൂർ പാത ഇതിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂളുണ്ട്. അതിൽ പകുതിയിലേറെ കുട്ടികളും ഈ റെയിൽ മുറിച്ച് കടന്നിട്ടാണ് നമ്മളെ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു അടിപ്പാതയാണ്. നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. കഴിഞ്ഞ 2 മാസം മുന്നേ MLA ഇവിടെ വന്ന് സന്ദർശിച്ചിരുന്നു നമ്മൾ അനിൽകുമാർ സാറ്. അത് വന്നത് MP-യുമായിട്ട് അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എത്രത്തോളം ആയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരിച്ചതോടെ ഇരുവശവും വേലി കെട്ടി തിരിക്കുമോ എന്നുള്ള ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അങ്ങനെ വന്നാൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നാടിനെ മുഴുവൻ ബാധിക്കും. അംഗനവാടി, റേഷൻ കട തുടങ്ങി ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇരുവശങ്ങളിലുമായാണ്. കാരാട്, പാലാമടം, അമ്പാടി ദേശങ്ങളിൽ നിന്നെല്ലാമുള്ള ജോലിക്കാരും വളരെ ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോന്നാൽ സ്കൂളിലെത്തുന്നവരെ മാതാപിതാക്കൾക്ക് ഭയങ്കര ആദിയാണ്. കാരണം കുട്ടികൾ റെയിൽവേ ക്രോസ് ചെയ്തോ എന്നുള്ള ഒരു പ്രയാസത്തിലാണ്. നല്ല ടെൻഷൻ തന്നെയാണ്. എന്താ വെച്ചെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ സൈറൻ കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നെഞ്ചുന്നൊരു കാളലാണ്. എന്താ വെച്ചാൽ മക്കളിങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ പിന്നെ നിൽക്കുക 2 ടീച്ചർമാർ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ഒരു സമാധാനത്തിലാണ്. ഇപ്പം ഞാനെന്നല്ല, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 500 ചില്ലറ മക്കളുണ്ട്. അവരുടെ ഒക്കെ പേരൻസും നിൽക്കുന്നത് ആ ഒരു സമാധാനത്തിലാണ്. അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ചെന്നു കാണാത്ത അധികാരികളില്ല, നൽകാത്ത അപേക്ഷകളുമില്ല. ഈ വഴിയില്ലെങ്കിൽ പിന്നെ കിലോമീറ്ററുകളോളം എതിർവശത്തെത്തണമെങ്കിൽ സഞ്ചരിക്കണം. എത്രയും വേഗം ഒരു അനുകൂല നടപടി വേണമെന്നാണ് ഒരു പ്രദേശത്തിന്റെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വലിയ ആവശ്യം. മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നത്. ഇവിടെ അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള റെയിൽവേയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി അതിന് മുൻകൈയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനൊപ്പം തന്നെ ഈ റെയിൽവേ പാളത്തിനോട് ചേർന്ന പ്രദേശങ്ങൾ വേലികെട്ടി മറയ്ക്കുമോ എന്നുള്ള ചിന്തയും ഈ ഒരു നാടിനെ അലട്ടുന്നു. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഒരടിപ്പാത എന്നത് കാരാടുകാരുടെ ദീർഘനായുള്ള ആവശ്യമാണ്. സ്കൂൾ കുട്ടികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുമ്പോൾ നെഞ്ചിടിപ്പോടെയാണ് അധ്യാപകരും രക്ഷിതാക്കളും നോക്കി നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മളെയും ആശങ്കപ്പെടുത്തുന്നതാണ്. പാളം മുറിച്ചു കടക്കാൻ പാടില്ലെന്ന നിർദ്ദേശം കൂടി വന്നതോടെയാണ് ഇവർക്ക് വഴിമുട്ടുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. പരാതി കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യമായിട്ട് അടിപ്പാത അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങളെ സഹായിക്കാൻ. വണ്ടി വരുന്ന അറിയില്ല എന്നല്ല, ഈ ഇലക്ട്രിക് ട്രെയിൻ വന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നത്. ഈ സൗണ്ട് തന്നെ പറ്റ കുറവാണല്ലോ. അതാണ് ഇപ്പോൾ ഈ ഏറ്റവും വലിയ പ്രയാസം തന്നെ കുട്ടികളെ അങ്ങോട്ടുള്ള പോക്ക്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടീച്ചർമാർ വിടണ്ടാവും. പിന്നെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ടീച്ചർമാർ വിടണ്ടാവും. അപ്പോൾ ഓരോ ദിവസങ്ങൾക്ക് ഓരോ ടീച്ചർമാരെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അടിപ്പാത വന്നില്ല ഞങ്ങൾക്ക് നടക്കാനൊരു വഴി കിട്ടിയില്ലെന്ന്. അത് കിട്ടിയേ പറ്റുള്ളൂ. ഒരു വിട്ടുവീഴ്ചയില്ല, മാപ്പുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കിത് കിട്ടി തന്നേ പറ്റൂ. ഇതിൽ ഞങ്ങൾ ഒരിക്കലും അടങ്ങി നിൽക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇവിടെ റെയിൽവേ, ഞാൻ പറഞ്ഞതാണ് ഇവരോട്. കൊച്ചിയിൽ പൂച്ച കുറുകെ ചാടി ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്ക്. പിറവം അഞ്ചൽപ്പെട്ടി പുതുച്ചേരി പടിയിലാണ് അപകടം. മൂവാറ്റുപുഴ സ്വദേശി ഷമീറിനാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സൂര്യശ്രീയുടെ വിശദാംശങ്ങളുമായി. സൂര്യശ്രീ, ഈ ഷമീറിന് കാര്യമായ പരിക്കുണ്ടോ?
ഗോകുൽ, അഞ്ചൽപ്പെട്ടി പുതുശ്ശേരി പടിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു. മൂവാറ്റുപുഴ സ്വദേശി ഷെമീറിനാണ് പരിക്കേറ്റത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പൂച്ച കഴിഞ്ഞ ദിവസം പിറവത്തു നിന്ന് ജോലി കഴിഞ്ഞ് തിരികെ പോരുകയായിരുന്ന ഷെമീറിന്റെ ബൈക്കിന് കുറുകെയായിരുന്നു ഒരു പൂച്ച ഇത്തരത്തിൽ വട്ടം ചാടിയത്. ഉടൻ തന്നെ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി വീഴുകയായിരുന്നു ഷെമീറിന്റെ നിലവിൽ കൈക്ക് മാത്രമാണ് ഒരു പരിക്കേറ്റത്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്ക് അപകടത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഹെൽമറ്റ് ധരിച്ചതിനാൽ മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായതെന്നാണ് ദൃക്സാക്ഷികൾ വരെ പറയുന്നത്. കാരണം അത്തരത്തിൽ പൂച്ച പെട്ടെന്ന് തന്നെ വട്ടം ചാടുകയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും യുവാവ് താഴേക്ക് വീഴുകയുമായിരുന്നു. ഇത്തരത്തിൽ തലയ്ക്ക് തന്നെയാണ് അടിയേറ്റത്. പക്ഷേ ഹെൽമറ്റ് ധരിച്ചതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. യുവാവിന്റെ കൈക്ക് മാത്രമാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ശരി, സൂര്യശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പൂച്ചയെ രക്ഷിക്കാനായാണ് ഷമീർ വാഹനം വെട്ടിച്ചത്. ആ ഇരുചക്ര വാഹനം തെറിച്ചു വീഴിയായിരുന്നു. ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കാര്യമായ പരിക്കുകളില്ല എന്നത് ആശ്വാസകരമാണ്. പേരൂർക്കട വ്യാജ മാലമോഷണ കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. 1-ാം പ്രതി ഓമന ഡാനിയൽ, 3-ാം പ്രതി SI പ്രസാദ് എന്നിവർക്കാണ് ജാമ്യം. തിരുവനന്തപുരം SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. റീനു ശ്രീധർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റീനു, ഈ ബിന്ദുവിന്റെ കുടുംബമടക്കം പ്രതിഷേധത്തിലേക്ക് സമരത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ മുൻകൂർ ജാമ്യം എന്ന കോടതിയുടെ തീരുമാനം വരുന്നത്. ഇന്ന് കോടതിയുടെ നടപടികൾ എങ്ങനെയായിരുന്നു? ഗോകുല്, 3 ദിവസം മുമ്പാണ് ഈ പ്രതികൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ തന്നെ ഈ കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതികളായിട്ടുള്ള 1-ാം പ്രതി ഓമന ഡാനിയൽ, അതുപോലെ തന്നെ 3-ാം പ്രതിയായിട്ടുള്ള പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SI പ്രസാദ് എന്നിവർക്കാണ് ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികൾ എന്താണ് എന്നുള്ളത് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ആ വിവരം, ഇതിന്റെ ഓർഡർ ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഓമന ഡാനിയലിനും അതുപോലെ തന്നെ SI പ്രസാദിനും ജാമ്യം നൽകിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉൾപ്പെടെ എത്തി വലിയ രീതിയിലുള്ള സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള ബിന്ദു പോലും നമ്മളോട് പറഞ്ഞിരുന്നത്. ഇനി എന്താണ് അവരുടെ തീരുമാനം എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വ്യാജ മോഷണ കേസിൽ എത്തിച്ച് കൊടും ക്രൂരതയ്ക്ക് പാത്രമാകേണ്ടി വന്ന ആളാണ് ബിന്ദു. തുടർന്നാണ് ഇവർ വലിയ രീതിയിലുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് പോയത്. SC/ST കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. എന്തായാലും ഇപ്പോൾ SC/ST തിരുവനന്തപുരം കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഗോകുൽ. ശരി, റീനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു വ്യാജ മോഷണ പരാതി നൽകിയ സ്ത്രീ, അവർക്ക് ജാമ്യം. ഒപ്പം ഇപ്പോൾ ആ മോഷണ പരാതിയെ തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബിന്ദു എന്ന ദളിത് സ്ത്രീയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ, അവരെ മാനസികമായി പീഡിപ്പിച്ച് ജാതീയക്ഷേപം നടത്തിയ SIക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ബിന്ദുവിൻ്റെ തുടർ നടപടി, ആ കുടുംബം സമരത്തിലേക്ക് പോകുമെന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇവർക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ. കോഴിക്കോട് കുറ്റ്യാടി കാവിലുംപാറ പഞ്ചായത്തിലെ കാട്ടാനയെ തുരത്താൻ ശ്രമം ഊർജിതം. കരിങ്ങാട് മുട്ടിച്ചിറ സ്വദേശി തങ്കച്ചനും ഭാര്യ ആനിക്കും വീട്ടുമുറ്റത്ത് നിന്നാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പ് ശ്രമം ആരംഭിച്ചത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ നിൽക്കുന്നത് ഇന്നലെ കാട്ടാന ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആനി തങ്കച്ചൻ ദമ്പതികളുടെ വീട്ടിന് മുൻവശത്താണ്. ഈ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതായത് സമീപ പ്രദേശത്തുള്ള ഒരു പറമ്പിൽ ചക്ക കഴിക്കാനായിട്ടായിരുന്നു ആന എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ട ആനി ചേച്ചി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ആന ഈ ആനി ചേച്ചിക്ക് പുറകെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആനി ചേച്ചിയെ ഉപദ്രവിക്കാൻ ആന വരുന്നു എന്ന് കണ്ടപ്പോഴാണ് തങ്കച്ചേട്ടൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഓടി വരികയും ആനി ചേച്ചിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആന എന്നെ ഓടിച്ചു ഞാൻ പോയി മരത്തിനെല്ലാം ചുറ്റി ഓടി. ഞാൻ വീണു. ഞാൻ അവിടെ വീണു. എൻ്റെ കാലിന് നടുവിനൊക്കെ നല്ല വേദനയാണ്. അന്നേരത്തേക്കും ചേട്ടൻ ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ പുറകെ തിരിഞ്ഞാന. ആ ഘട്ടത്തിൽ ആന ഈ തങ്കൻ ചേട്ടനെ ക്രൂരമായിട്ട് ആക്രമിക്കുകയായിരുന്നു. അതിൽ കാര്യമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പോയതായിരുന്നു. തിരിച്ചു വരുമ്പം എൻ്റെ വൈഫിനെ ആന ഓടിക്കുന്ന കാണുന്നു. അപ്പോൾ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ ഓടി വീണു. പിന്നെ ഞാനും ആന കുറച്ച് നേരം കുസ്തി പിടിച്ചു. അങ്ങനെ പരിക്ക് പറ്റി ആന തിരിച്ചു ഓടിപ്പോയി. സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ബഹളം വെച്ചാലും പോയി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ വൈകിയും, അതായത് രാത്രി ഏറെ വൈകിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആനയെ പിടികൂടി അല്ലെങ്കിൽ ആനയ്ക്ക് മയക്കുവെടി വെക്കാം
എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആനയെ തുരത്താനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരൊക്കെ ഇവിടെ വരികയും ഈ കുടുംബത്തെ വന്ന് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ചികിത്സയും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിന് ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കായിരുന്നു ഇവിടെ ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ചിറയൻകീഴിൽ 60 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിട സമുച്ചയം അപകടാവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളടക്കം തകർന്നു വീഴാറായ നിലയിലും കെട്ടിടത്തിൽ നിന്ന് വ്യാപാരികളെ ഒഴിപ്പിച്ചിട്ടും കെട്ടിടം പൊളിച്ചു മാറ്റാൻ കാലതാമസമെന്നാണ് പരാതി. നമ്മൾ ഈ കാണുന്നത് ചിറയൻകീഴ് വലിയകട ജംഗ്ഷന്റെ ഒത്ത നടുക്കുള്ള ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണ്. നിരവധി വർഷങ്ങളായി ഈ കെട്ടിടം ഇങ്ങനെ അപകടാവസ്ഥയിൽ കഴിയുന്നു. അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ കെട്ടിടം ഓരോ നിമിഷവും ഉയർത്തുന്ന അപകട ഭീഷണി ചെറുതല്ല. മുകളിലായി ഉറപ്പുള്ള വേരോടുകൂടി വളരുന്ന മരങ്ങൾ വരെ കെട്ടിട സമുച്ചയത്തിന്റെ കാലപ്പഴക്കം പറഞ്ഞു തരും. നിലവിൽ കോൺക്രീറ്റ് പാളികളടക്കം ഏതു നിമിഷവും തകർന്നു വീഴാം. എന്നാൽ ഇതുവരെ യാതൊരു ജാഗ്രതാ മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. പ്രദേശത്തുള്ളവർ താൽക്കാലിക ബസ് സ്റ്റാൻഡായി ഉപയോഗിക്കുന്നതും കെട്ടിടത്തിന്റെ മുൻവശമാണ്. ഒരു ദിവസം മഴയത്ത് ഇവിടെ ഒരു കൊച്ചിന്റെ തലയിൽ ഇതിന്റെ മുകളിൽ നിന്ന് സ്ലാബ് പൊട്ടി വീണെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കാതെ അവിടേക്കുമ്പോൾ അപകടമായിരിക്കും. മത്സ്യത്തൊഴിലാളികളടക്കം കെട്ടിടങ്ങളുടെ പരിസരങ്ങളിലായി ഇപ്പോഴും വ്യാപാരം നടത്തുന്നുണ്ട്. ഈ കെട്ടിടം ഇത് കെട്ടിയിട്ട് 65 വർഷത്തിന് മുമ്പോട്ടായതാണ്. 65 വർഷത്തിന് ഇങ്ങോട്ട് ഇതിനകത്തൊന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പം കംപ്ലീറ്റ് ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പം മോളെ ഇത് എപ്പോഴാണ് ഇടിഞ്ഞവരുടെ തലയിൽ കൂടെ വീണെന്ന് എന്നെ അറിയാൻ വയ്യ. നിരന്തര വിമർശനങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷമാണ് വ്യാപാരികളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. ശേഷം ഈ മാസം 16-ന് കെട്ടിടം പൊളിച്ചുമാറ്റി സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്ത് പരസ്യലേലവും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഇത് പൊളിച്ചു മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നതിൽ സംശയമില്ല. ഓരോ നിമിഷവും അപകട ഭീഷണി മറികടന്നാണ് ഈ കെട്ടിടത്തിന് മുന്നിലൂടെയുള്ള ജനങ്ങളുടെ സഞ്ചാരം. ഈ 8-ാം തീയതി പഞ്ചായത്ത് അടിയന്തരമായിട്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും പൊളിക്കുന്നതിന് വേണ്ടിയുള്ള വാല്യൂഷന് വേണ്ടി എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കാലതാമസം ഉണ്ടാകും. അപ്പോൾ ദീർഘകാലമായിട്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇതങ്ങനെ തിരിഞ്ഞു നോക്കാനില്ലാതെ ഇത് ഓരോ ഭാഗവും ഇടിഞ്ഞു വീണ് ഇളവിക്കൊണ്ട് ആളുടെ തലയിലൊക്കെ വീഴുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴക്കാലം അല്ല, അതിനേക്കാൾ കഴിഞ്ഞു. നിലവിൽ കെട്ടിടം പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ ഇത്രയും കാലം കാലതാമസം ഉണ്ടായത് വലിയ അനാസ്ഥ തന്നെയാണ്. ഇനിയും വൈകിയാൽ ഉണ്ടായേക്കാവുന്നത് വലിയ ദുരന്തവും. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ ദ്രവിച്ച കെട്ടിടങ്ങൾ തകർന്നു വീണ് ജീവൻ നഷ്ടപ്പെടുന്ന ഈ കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടും ആ കെട്ടിടം അങ്ങനെ നിലനിർത്തുന്നത് ആരാണ് എന്ന ചോദ്യമാണ് വരുന്നത്. ഇനിയെങ്കിലും അതിന് ചുമതലപ്പെട്ടവർ അത് ആരുടെയും തലയിൽ വീഴുന്നതിന് മുമ്പ് അത് നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കട്ടെ. മലപ്പുറം നിലമ്പൂർ RTO ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധനയ്ക്കിടെ വലിച്ചെറിഞ്ഞ 49,500 രൂപ വിജിലൻസ് കണ്ടെടുത്തു. ഒരു ഏജന്റിൽ നിന്ന് 5000 രൂപയും പിടിച്ചെടുത്തു. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, ആരാണ് ഈ പണം വലിച്ചെറിഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അത്തരത്തിലുള്ള നടപടിയിലേക്ക് വിജിലൻസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ടോ? ഗൂഗിൾ ഓഫീസ് സമയം അവസാനിക്കാൻ വളരെ കുറച്ച് സമയമുണ്ടായിരുന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ വിജിലൻസിന്റെ റെയ്ഡ് നിലമ്പൂർ RTO ഓഫീസിൽ നടന്നിരിക്കുന്നത്. ഈ റെയ്ഡിനിടെ ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞ നിലയിൽ പണം കണ്ടെത്തുകയായിരുന്നു. 49,500 രൂപയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു 500-ന്റെ ഒരു കെട്ട് ആയിട്ടുള്ള നിലയ്ക്കായിരുന്നു. അതാണ് ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ആരാണ് അത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയായിട്ടില്ല. അത് പരിശോധനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ഉള്ളിലെ പരിശോധനയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമയിൽ നിന്ന് ഏജന്റായി പ്രവർത്തിക്കുന്ന ആളിൽ നിന്ന് ഏകദേശം 5000-ഓളം രൂപ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. ഒരു മിന്നൽ പരിശോധനയാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മലപ്പുറം വിജിലൻസ് ആണ് ഈ പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ ഇത് നേരിട്ടിട്ടല്ല ഈ ഉദ്യോഗസ്ഥർ വാങ്ങുന്നതെന്നും ഇവിടത്തെ ഈ രജിസ്ട്രേഷന് വരുന്ന വാഹനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ അതിൻ്റെ മറ്റ് ലൈസൻസുകൾ ഉൾപ്പെടെയുള്ളവ കരസ്ഥമാക്കുന്നതിനൊക്കെ വേണ്ടി പണം വാങ്ങുന്നു എന്നുള്ള പരാതി വ്യാപകമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജിലൻസിന്റെ പരിശോധന
പരിശോധന നടന്നിരിക്കുന്നത്. അതിലാണ് ഇത്തരത്തിൽ ഒരു കെട്ട് നോട്ട് ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരിട്ടല്ല ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്, അവർ പറയുന്ന ആളുകളിലേക്ക് പണം കൊടുക്കുന്നു എന്നുള്ള നിലയ്ക്ക് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളത് കൂടി പരിശോധനയിൽ തെളിഞ്ഞു എന്നുള്ളതാണ് വിജിലൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിലമ്പൂർ ആർ ടി ഓഫീസിന് മുന്നിലെ ചെടികളിൽ പണം കായ്ക്കുമെന്ന് സംശയം തോന്നുന്നു. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു ചെടിയുടെ ചോട്ടിൽ നിന്നാണ് ആ ഉദ്യോഗസ്ഥർ 500 രൂപയുടെ ഒരു കെട്ട് നോട്ട് എടുത്തത്. ഏതായാലും വേർപ്പ് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയല്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എടുത്ത് വലിച്ചെറിയാൻ കഴിയുന്നത്. ഏതായാലും ആ കിമ്പളം വാങ്ങിയ ഏമാനെ പിടികൂടട്ടെ. പൊട്ടിപ്പൊളിഞ്ഞ കൊച്ചി നഗരത്തിലെ പ്രധാന റോഡുകൾ. തമ്മനം പുല്ലപ്പടി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അമൃത് പദ്ധതിക്ക് വേണ്ടി കുഴിയെടുത്ത ശേഷം നവീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. നല്ല റോഡ് കണ്ടാൽ വാട്ടർ അതോറിറ്റിക്ക് അപ്പം തന്നെ കുത്തിപ്പൊളിക്കണം. ഈ ആചാരത്തിന് ഇതുവരെ ഒരു മാറ്റവും കേരളത്തിൽ വന്നിട്ടില്ല. പൊളിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസ് കയറിയിറങ്ങിയിട്ടും ഒരു രക്ഷയുമില്ല. അങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ കുത്തിപ്പൊളിക്കൽ മഹാമഹത്തിൽ കഴിഞ്ഞ 4 മാസമായി തകർന്നു കിടക്കുകയാണ് തമ്മനം പുല്ലേപ്പടി റോഡ്. കാലവർഷം ശക്തി പ്രാപിച്ചപ്പോൾ കൊച്ചിയിലെ റോഡുകളെല്ലാം നശിഞ്ഞു. ഒരാൾക്ക് പോലും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളല്ല. തമ്മനം പുല്ലേപ്പടി റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട് 6-7 മാസമായി. ഇന്ന് വരെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ പോലും ചെയ്യാറില്ല. ആ മഴയത്ത് കുറച്ച് കോൺക്രീറ്റ് ഇട്ട് അത് ഒഴുകി പോവുകയല്ലാതെ പറഞ്ഞു തരില്ല. സ്റ്റേഡിയം ലിങ്ക് റോഡ് ഒരു ഭാഗത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റില്ല. രാത്രികാലങ്ങളിൽ നിത്യേന അപകടം സംഭവിക്കുന്നു. ഇതൊന്നും ഉദ്യോഗസ്ഥർ കാണുന്നില്ല. വാട്ടർ അതോറിറ്റി അവരോട് കാലാവസ്ഥ പ്രതികൂലമാണ്. ഈ മഴയ്ക്ക് മുമ്പ് ഞാനടക്കമുള്ള MLA-മാരടക്കമുള്ള ആളുകൾ ഈ വാട്ടർ ഉദ്യോഗസ്ഥരോട് കൃത്യമായ രീതി പറഞ്ഞു. പക്ഷേ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ ലാഘവബുദ്ധിയോടെ കണ്ടുകൊണ്ടാണ് ഈ പ്രശ്നം രൂക്ഷമായത്. ഒരു റോഡിലെ മാത്രം കാര്യമല്ല, കൊച്ചി നഗരസഭാ പരിധിയിലെ പല റോഡുകളും കുണ്ടും കുഴിയുമാണ്. മഴ പെയ്താൽ റോഡുകളിലെ കുഴികളിൽ അപകടങ്ങളും പതിവാണ്. അപകട ദിവസം പ്രായമുള്ളവരും പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കുഴിയിൽ വീണ് എന്തെല്ലാം കഷ്ടമാണെന്നറിയാം. കൊച്ചു പിള്ളേർ ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇങ്ങനെ ആരും തിരിഞ്ഞു നോക്കാൻ. പിന്നെ തിരിഞ്ഞാന്നെങ്ങാണ്ട് പറയാം മണ്ണ് കൊണ്ടിട്ട് നികത്തിയാ കാണുന്നത്. അല്ലെ പടുകുഴിയായിരുന്നു. മഴ തുടങ്ങിയ സാഹചര്യത്തിൽ റോഡ് നവീകരണം ബുദ്ധിമുട്ടാണ്. എന്നാൽ താൽക്കാലിക പരിഹാരമെങ്കിലും കണ്ടില്ലെങ്കിൽ കൊച്ചിയിലെ റോഡ് യാത്ര ഇനിയും ദുഷ്കരമാകും. പറയുമ്പോൾ മെട്രോ നഗരമാണ്, പക്ഷേ കൊച്ചിയിൽ റോഡിലൂടെയുള്ള യാത്ര മഴക്കാലത്ത് ഏറെ ദുരിതമാണ്. അതിന്റെ നേർദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയ ശേഷം പരിഹരിക്കാമെന്ന നിലപാടിൽ നിന്ന് അധികാരികൾ മാറണം. മഴക്കാലപൂർവ്വ ഈ റോഡ് നിർമ്മാണ നടപടികളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാവും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. റോഡിലെ കുണ്ടുകുഴിയും ഒരു വശത്ത് നവീകരിച്ച് അല്ലെങ്കിൽ അതൊക്കെ പരിഹരിച്ചു വരുമ്പോഴാണ് വാട്ടർ അതോറിറ്റി മറുവശത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ചു തുടങ്ങുന്നത്. പൊളിച്ച റോഡ് പുതുക്കി പണിയാൻ വീണ്ടും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സ്ഥിതി. കാണാം നാട്ടുകാർ കൂടുതൽ പ്രതികരണം. ഇവിടെ പലപ്പോഴും കാണാം വണ്ടികൾ മറിയുകയും പിന്നെ കാൽനട യാത്രക്കാർക്ക് പോലും ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിൽ സംജാതമായിട്ടുള്ളത്. അത് എത്രയും വേഗം അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ. പിന്നെ നടന്നു പോകുന്നവർക്ക് ഈ കുഴിയിലേക്ക് വീഴുന്ന വെള്ളം മുഴുവനും അവരുടെ മേത്തേക്ക് വീഴുന്നത് എന്തായാലും അത് ശരിയായ നടപടിയല്ല. ഇത്രയും കുഴിയിലുള്ളിൽ 2 വശത്തുകൂടി വരുന്ന വെള്ളം ഈ വണ്ടി എങ്ങനെ പോകും? ഒട്ടും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അവിടെ വരുന്നത്. ഇവിടെ 4 വട്ടമുണ്ട് പൈപ്പ് വിടണം. ഒന്ന് ഫസ്റ്റ് നമ്മുടെ ഈ പുതിയ റോഡ് ജംഗ്ഷനിൽ ഞാൻ ഒരു 5-8 പ്രാവശ്യം ഞാൻ പറയുന്ന MLA-നോട് പറഞ്ഞ് വന്ന് തൽക്കാലം ടെമ്പറി ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാം കാണാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴാണ് പൊട്ടണമെന്ന് അവസ്ഥ അറിയാം. ഏതെങ്കിലും വണ്ടി അടിയിൽ പോയി ആരെങ്കിലും മരിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കുള്ളൂ. ഞാൻ സ്ഥിരം യാത്രക്കാരനാണ്. സ്ഥിരം 8 മണി രാവിലെ വർക്കിന് പോകുമ്പോൾ തന്നെ അവസ്ഥ ദയനീയമാണ്. ഗതാഗത കുരുക്ക് ഭയങ്കര കുരുക്കാണ്. അത് മാത്രമല്ല റോഡിന്റെ കുഴി തന്നെ ചാടുമ്പോൾ തന്നെ നമ്മുടെ നടുവും ഉടുപ്പാട് ശരീരം തന്നെ ഇടങ്ങാറായിരിക്കണം ഇപ്പൊ. എറണാകുളം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടുത്തെ യാത്രാ ദുരിതമാണ് നാട്ടുകാർ പറഞ്ഞത്. ഒപ്പം പ്രേക്ഷകരും ചിലർ പ്രതികരിക്കുന്നുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം, വീട്ടുകാർക്ക് ജോലി, ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപകടം വരും മുമ്പേ അത് പരിഹരിക്കില്ല എന്നാണ്. ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ആ പണമൊന്നും ഒരു ജീവനും പകരമാകുന്നില്ല എന്നത് ഓർക്കുക. അത് പ്രശ്നം പരിഹരിക്കാനുള്ള ആർജവവും കാണിക്കുക എന്നതാണ് അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ചെയ്യേണ്ടത്. ഏതായാലും ഇനിയെങ്കിലും ഈ റോഡ് കുത്തിപ്പൊളിക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയും
ഈ പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഒരു ധാരണയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. പലതവണ മന്ത്രിമാരുടെ യോഗമൊക്കെ നടന്നതാണ്. എന്നിട്ടും ഇതുവരെ നടപടിയില്ല എന്നതാണ് സാഹചര്യം. ഇതോടെ പൊതുജനം കഴുതിയല്ല സാർ പൂർണ്ണമാകുന്നു. ഇനി 24 റൗണ്ടപ്പിന്റെ സമയം. പ്രവിത ലക്ഷ്മി.